Welcome to our channel. ജൂൺ മാസം രണ്ടാം വാരം ഒടിടിയിൽ പുതിയ ചിത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. മലയാളം മുതൽ ഹോളിവുഡ് വരെ എല്ലാ പ്രധാന റിലീസുകളും ഒറ്റ വീഡിയോയിൽ അറിയാം. വീഡിയോ സ്കിപ്പാക്കരുത്, അവസാനം വരെ കണ്ടോ. നിങ്ങളുടെ ഒറ്റ ലൈക്കും കമന്റും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് വലിയ മോട്ടിവേഷൻ ആകും. ആദ്യം നമുക്ക് OTTയിൽ ഇറങ്ങുന്ന മലയാള സിനിമകൾ നോക്കാം. നമ്പർ 1 പടക്കളം. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവരുടെ അടിപൊളി കോമഡി പടം. ജൂൺ 10 ജിയോ ഹോട്ട്സ്റ്റാറിൽ. നമ്പർ 2 10. ഒരു ഗ്രാമം മുതൽ വിദേശത്തേക്ക് പടർന്നുപോയ ജീവിതവും പതിവുകളെ മറികടക്കുന്ന യാത്രയും പ്രമേയമാക്കിയുള്ള ഹൃദയസ്പർശിയായ ഡ്രാമ സിനിമ. ജൂൺ 6 മനോരമ മാക്സിൽ റിലീസ് ചെയ്തിരിക്കുന്നു. നമ്പർ 2 ആലപ്പുഴ ജിങ്കാന. നെസ്ലിൻ, ലുക്മാൻ എന്നിവർ തകർത്ത് അഭിനയിച്ച സിനിമ ഈ മാസം 13 OTT റിലീസ് ചെയ്യുകയാണ്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു കൂട്ടം യുവാക്കളുടെ കഥ പറയുന്നതാണ്. ഇനി നമുക്ക് OTTയിൽ ഇറങ്ങുന്ന തമിഴ് സിനിമകൾ നോക്കാം. നമ്പർ 1 ടൂറിസ്റ്റ് ഫാമിലി. ഈ സിനിമ ജൂൺ 2 OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു സാധാരണ കുടുംബം തങ്ങളുടെ ആദ്യ വിദേശയാത്രക്കിടയിൽ നേരിടുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമ. ഇനി നമുക്ക് OTTയിൽ ഇറങ്ങുന്ന തെലുങ്കു സിനിമകൾ നോക്കാം. നമ്പർ 1 ദേവിക ആൻഡ് ഡാനി. ദൈവത്തിന്റെ സഹായമില്ലാതെ പ്രണയവും ബന്ധവുമെന്ത് എന്നതിനെ ചോദ്യചിഹ്നപ്പെടുത്തുന്ന ഡാർക്ക് കോമഡി ഡ്രാമ. ചിത്രം ജൂൺ 6 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്തു. നമ്പർ 2 സിംഗിൾ. റൊമാന്റിക് കോമഡി താളത്തിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളും മനസ്സിന്റെ ഒഴുക്കും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന സിനിമ ജൂൺ 6 തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബോളിവുഡ് OTT റിലീസുകൾ നോക്കാം. നമ്പർ 1 ഭൂൽ ചുക്ക് മാഫ്. ഒരു യുവതിയുടെ ജീവിതത്തിൽ ടൈം ലൂപ്പ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന അതിശയകരമായ സംഭവങ്ങൾ പറയുന്ന സിനിമ ഈ മാസം 6 റിലീസ് ചെയ്തിരിക്കുന്നു. പ്രൈം വീഡിയോയിൽ കാണാം. നമ്പർ 2 ജാറ്റ്. ഒരു ഗ്യാങ്സ്റ്റർ ലോകത്തേക്ക് പ്രവേശിക്കുന്ന യുവാവിന്റെ കഥ പറയുന്ന ഈ സിനിമ ജൂൺ 5 റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്, കാണേണ്ടവർക്ക് കാണാം. നമ്പർ 3 റാണ നായിഡു സീസൺ 2. ബോളിവുഡിന്റെ കരുത്തനായ ഫെക്സർ റാണ വീണ്ടും വരുന്നു. ഇത്തവണ ഇനിയും കടുപ്പം കൂടിയ കുടുംബവും ക്രൈമും തമ്മിലുള്ള കനത്ത പോരാട്ടവുമായി എത്തുകയാണ്. ജൂൺ 13 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും. നമ്പർ 4 ഗ്രൗണ്ട് സീറോ. കമാൻഡോ യൂണിറ്റിലുള്ള ഒരു സൈനികന്റെ കഥയിലൂടെ ഈ സിനിമ നമ്മെ നേരിട്ട് ഇന്ത്യൻ ആർമിയുടെ മനസ്സിലേക്കാണ് കൊണ്ടുചെല്ലുന്നത്. ഈ സിനിമ ജൂൺ 20 റിലീസ് ചെയ്തിരിക്കും. പ്രൈം വീഡിയോയിലായിരിക്കും റിലീസ്. ഏറ്റവും അവസാനമായി ഹോളിവുഡ് ചിത്രങ്ങൾ നോക്കാം. നമ്പർ 1 മേഴ്സി ഫോർ നാൻ. കൊറിയൻ പോലീസിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ നമ്മെ നയിക്കുന്ന ആഴമുള്ള മനോവിശകലന ശൈലിയിലുള്ള കൊലപാതക മിസ്റ്ററി കഥയാണിത്. ജൂൺ 6 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്പർ 2 സ്ട്രോ. ഒരു നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഒരു സാധാരണയായി തോന്നുന്ന കുടുംബത്തിനകത്തെ അസാധാരണമായ മാനസിക സംഘർഷങ്ങൾ വിശദീകരിക്കുന്ന കഥ. ജൂൺ 6 നെറ്റ്ഫ്ലിക്സിൽ തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്പർ 3 ദി സർവൈവേഴ്സ്. ഒരു വലിയ ദുരന്തത്തിന് ശേഷം ജീവൻ നിലനിർത്തിയ 10 പേരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണിത്. അവരുടെ മാനസിക സംഘർഷങ്ങൾ, ഓർമ്മകളും മുഷിഞ്ഞ ആത്മാക്കളും. ജൂൺ 6 നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഇറങ്ങിയ മറ്റൊരു ചിത്രമാണിത്. സാധാരണ നമ്മുടെ വീഡിയോയിൽ ശബ്ദമായി മാറുന്ന AI ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിനാൽ ഇതിനു ശേഷമുള്ളതെല്ലാം മറ്റൊരു AI ശബ്ദം നൽകും. നമ്പർ 4 ടൈറ്റൻ ദി ഓഷൻ ഗേറ്റ് ഡിസാസ്റ്റർ. പ്രസിദ്ധമായ ടൈറ്റാനിക് സൈറ്റിലേക്ക് പോയ ഓഷൻ ഗേറ്റ് സബ്മറീൻ യാത്രയുടെ ഭീഷണിപ്പെടുത്തുന്ന സത്യകഥയെ ആധാരമാക്കിയ ഡോക്യുമെന്ററി. ഈ ഡോക്യുമെന്ററി ജൂൺ 11 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും. നമ്പർ 5 അവർ ടൈം. പ്രണയം എത്രമാത്രം പഴയതാവുകയോ അത്രത്തോളം പുതിയതാവാൻ സാധ്യതയുണ്ടോ, അതാണ് ഈ ചിത്രത്തിന്റെ ഉള്ളടക്കം. ചോദിക്കുന്നതും തെളിയിക്കുന്നതും. ജൂൺ 11 നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങും. ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ. സിനിമകൾ ഫ്രീയായി കാണാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ടെലഗ്രാം ചാനൽ സന്ദർശിക്കൂ.